അച്ഛനിങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ഒരു കാര്യവുമില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ പോയി തലയിട്ടാ ഇതുപോലെ ഇരിക്കും. എല്ലാ കാര്യത്തിലും അച്ഛൻ അവളെ ആവശ്യമില്ലാതെ സപ്പോർട്ട് ചെയ്യുന്നോണ്ടാ അവക്കിത്ര ധൈര്യം. അതിന് അവൾ ആവശ്യമില്ലാത്ത എന്ത് ചെയ്തു എന്നാ നീ പറയുന്നേ? അപ്പൊ ഇത്രയായിട്ടും അച്ഛനത് മനസ്സിലായില്ലേ? പിന്നെ പോലീസുകാർ അർച്ചനെ കൊണ്ടുപോയത് എന്തിനാന്ന് അച്ഛൻ വിചാരിച്ചിരിക്കുന്നത്? സൽക്കരിക്കാനൊന്നും അല്ലല്ലോ ആളുകളെ പോലീസ് കൊണ്ടുപോകുന്നേ. കുഞ്ഞിന്റെ കാര്യത്തിൽ ചില ക്ലാരിഫിക്കേഷൻ മാത്രമല്ലേ അവര് പറഞ്ഞുള്ളൂ. അല്ലാതെ അറസ്റ്റ് എന്നൊന്നും പോലീസുകാർ പറഞ്ഞില്ലല്ലോ. പോലീസുകാർ അങ്ങനൊന്നും പറയില്ല. ഇങ്ങനെ പിടിച്ചുകൊണ്ടുപോയ പലരും പിന്നീട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജീവനോടെ പുറത്തിറങ്ങിയിട്ടില്ല. ചേച്ചിയുടെ പറച്ചില് കേട്ടാ തോന്നും ചേച്ചിക്ക് ജോലി പോലീസ് സ്റ്റേഷനിലായിരുന്നു എന്ന്. ഒന്ന് ചുമ്മാ ഇരി ചേച്ചി, വെറുതെ അങ്കിളിനെ ടെൻഷൻ എടുപ്പിക്കാതെ. സച്ചി പോയി അവളെ കൊണ്ടുവരുമായിരിക്കും അല്ലേ മോളെ? ഓ, എവിടുന്ന് കൊണ്ടുവരാൻ? അതിന് പോലീസുകാർ വിട്ടിട്ട് വേണ്ടേ? മിക്കവാറും ഇന്ന് ലോക്കപ്പിനകത്ത് തന്നെ ആയിരിക്കും. ആണെങ്കിലേ അത് അർച്ചനേട്ടത്തെ സഹിച്ചോളൂ. ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്കെന്ത് കുഴപ്പം? തെറ്റ് ചെയ്തവര് ശിക്ഷ അനുഭവിച്ചോളൂ. ഹലോ, ആരാ? മേഡം, ജയശങ്കറിനെയും വിദ്യാലക്ഷ്മിയെയും പോലീസ് അറസ്റ്റ് ചെയ്തു. എപ്പോ? സച്ചി സാറും കാർത്തിക് സാറും ചേർന്ന് എല്ലാം ചെയ്തത്. മേഡം സൂക്ഷിക്കണം. ദേ സച്ചേട്ടൻ വന്നു, വാ. ചേച്ചി, ഏട്ടത്തി മോളെ കിട്ടിയോ? അയ്യോ വാടി. ഇനി വന്നേ, ഞാൻ എടുക്കട്ടെ. വാ വാ ചക്കര മോളോ. വാവേ മോളെ, കുഞ്ഞിനെ ഇങ്ങ് കൊണ്ടുവാ, ഞാനൊന്ന് എടുക്കട്ടെ. വാ മോളെ. എന്റെ പൊന്നു മോള് തിരിച്ചു വന്നു. ഇതിനാണോ മോളെ പോലീസുകാർ കൊണ്ടുപോയത്? അതെ അച്ഛാ, ഇവളെ തിരിച്ചു തരാൻ വേണ്ടിയാ പോലീസുകാർ വന്നെന്നെ കൊണ്ടുപോയത്. അല്ലാതെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതൊന്നുമല്ല. ഇവിടെ ചിലരുടെയൊക്കെ വിചാരം അങ്ങനെയായിരുന്നു. അവന്തിക ഞങ്ങളെല്ലാം പേടിപ്പിച്ചു കളഞ്ഞു. ഞാൻ ആകെ വിഷമിച്ചു പോയി. ഇപ്പോഴാ അച്ഛന് സന്തോഷമായത്. ഇവളെ നമുക്ക് തിരിച്ചു കിട്ടിയല്ലോ. തിരിച്ചു കിട്ടിയത് മാത്രമല്ല അച്ഛാ, ഇനി ഇവളെ ഇവിടുന്ന് കൊണ്ടുപോകാൻ ആരും വരില്ല. നിയമപരമായി തന്നെ ഞങ്ങൾ ഇവളെ ദത്തെടുത്തു.
ആയിരുന്നു. അവന്തികേ, ഇപ്പൊ നിന്റെ സംശയമൊക്കെ മാറിയില്ലേ? സന്തോഷമായില്ലേ? വളരെ സന്തോഷായി. എന്റെ എല്ലാ ലക്ഷ്യങ്ങളും തെറ്റിയിരിക്കുന്നു. എത്രയൊക്കെ വലിച്ചെറിയാൻ ശ്രമിച്ചിട്ടും വീണ്ടും വീണ്ടും ഈ നാശം പിടിച്ചത് ഇവിടേക്ക് തന്നെ വന്നു കയറിയിരിക്കുന്നു. ഒരിക്കലും പറിച്ചറിയാൻ കഴിയാത്തതുപോലെ എന്റെ മനസ്സമാധാനം പോയല്ലോ ദൈവമേ. ഇനി ഒരിക്കലും ഇവളെ തിരിച്ചു കിട്ടില്ലെന്ന് ഏട്ടത്തി പറഞ്ഞില്ലേ? അത് കേട്ടപ്പോൾ എൻ്റെ മനസ്സ് വല്ലാണ്ട് വിഷമിച്ചിരുന്നു. കരഞ്ഞു പറയാൻ എനിക്ക് ദൈവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ പ്രാർത്ഥനയും കരച്ചിലും ആ ദൈവം കേട്ടു. ഇപ്പം നോക്ക്, ആ ദൈവം തന്നെ എനിക്കിവളെ തിരിച്ചു തന്നു. അതും എൻ്റെ സ്വന്തം മകളായിട്ട്. അവന്തികേ, നോക്കി നിൽക്കാതെ പോയി ആരതി കത്തിക്കേ. ഞാനോ? എന്താ, നീ കത്തിച്ച ആരതി കത്തില്ലേ? വേഗം ചെല്ല്. ഈ വീട്ടിലെ അമ്മയുടെ സ്ഥാനം മൂത്ത മരുമകൾക്കാ. നീ വേണം ഇവിടെ ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കാൻ. വേഗം ചെല്ല്. അവന്റെ ചേച്ചിക്ക് നല്ല 8ന്റെ പണി കിട്ടി. വാ. ഞാൻ ആരതി ഒഴിയണം പോലും. ഒഴിയാം, ഒഴിഞ്ഞ് ശരിയാക്കി കൊടുക്കാം. അവന്തികേ, റെഡിയായില്ലേ? റെഡി ആയിച്ചാ. ഇങ്ങ് താഴത്തെ ഞാൻ ഒഴിഞ്ഞോളാം. വേണ്ട, അവന്തിക തന്നെ ആരതി ഒഴിഞ്ഞാ മതി. എന്താ മോളെ, നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? എനിക്കൊരു ബുദ്ധിമുട്ടില്ല അച്ഛാ, ഞാൻ തന്നെ ഒഴിഞ്ഞോളാം. എങ്കിലല്ലേ എനിക്ക് ഈ കുഞ്ഞിനെ കരയിക്കാൻ പറ്റൂ. നീ എന്താ മോളെ കാണിച്ചത്? അത് കുഞ്ഞിന്റെ മേലെ വീണിരുന്നെങ്കിലോ? സോറി അച്ഛാ, കയ്യിന്ന് വഴുതി പോയതാ. വഴുതിയതാണോ അതോ മനഃപൂർവ്വം വഴുക്കിയതാണോ എന്ന് ആർക്കറിയാം. സാരമില്ല, ഞാൻ വേറെ കത്തിക്കാച്ചാ.
ഇന്നു മുതൽ ഇവിടെ നെല്ലിശ്ശേരിയിലെ സേതുമാധവന്റെ ചെറുമകളാ. എന്റെ സച്ചിയുടെയും അർച്ചനയുടെയും മകൾ. നിയമപരമായി ദത്തെടുത്തുകൊണ്ട് ഈ വീട്ടിൽ നിങ്ങൾക്കെല്ലാവർക്കുമുള്ള അവകാശവും അധികാരവും എല്ലാം ഈ കുഞ്ഞിനും ഉണ്ടായിരിക്കും. അച്ഛന്റെ സ്നേഹവും അനുഗ്രഹവും മാത്രം മതി എന്റെ മോക്ക്. അതൊക്കെ എപ്പോഴും ഉണ്ട്. മോള് കുഞ്ഞിനെ മുറിയിൽ കൊണ്ടേ കിടത്ത്. ഉം. അച്ഛന്റെ മോള് പേടിച്ചു പോയോ? സത്യത്തിൽ ആ താലം വീണപ്പോ ഞാൻ ആകെ പേടിച്ചുപോയി. മോൾക്ക് ഭാഗ്യമുണ്ട്, ഒന്നും പറ്റിയില്ലല്ലോ. മോളു, അച്ഛൻ ശരിക്കും പേടിച്ചുപോയി. മോള് പേടിച്ചായിരുന്നോ? ഇല്ലേ? ഇവളുടെ ചിരി കണ്ടില്ല അർച്ചന? കുഞ്ഞുങ്ങൾക്ക് കരയാനും ചിരിക്കാനും മാത്രമല്ല സച്ചേട്ട അറിയൂ. സച്ചേട്ടൻ കുഞ്ഞിനെ നോയിക്കോണേ, ഞാനിപ്പോ വരാം. ഓ, താനിതോടൊപ്പം? എനിക്ക് ചെറിയൊരു കാര്യം തീർക്കാനുണ്ട്. എന്ത് കാര്യം? അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം. ചില കാര്യങ്ങൾ തീർക്കേണ്ട സമയത്ത് തന്നെ തീർക്കണം, ഇല്ലെങ്കിൽ അത് ശരിയാവില്ല. അമ്മ ഇപ്പൊ വരാട്ടോ. അതെ, മോളുടെ അമ്മ ഇങ്ങനെയാ, ഭയങ്കര കണിശക്കാരിയാ. സുന്ദരി മാവേ, അച്ഛൻ്റെ മോളെ. ആ ചിരിച്ച്. ഓ ഓ ഓ എന്താണ്? മോൾ ഉറങ്ങിയില്ലേ? എന്തായാലും അർച്ചനയുടെ കാര്യത്തിൽ ആശ്വാസമായി. കുഞ്ഞിനെ തിരിച്ചു കിട്ടിയതോടുകൂടി സച്ചേട്ടനും ഏട്ടത്തി ഹാപ്പിയായി. ഇതൊക്കെ ഒരു കൂട്ട് കിട്ടിയല്ലോ, ഇല്ലെങ്കിൽ ഇവൾ ഒറ്റയ്ക്കായി പോയേനെ. അതെങ്ങനെ ഒറ്റയ്ക്കാകുന്നേ? അതിന് നമ്മള് സമ്മതിക്കില്ലല്ലോ. നമ്മൾ എന്ത് ചെയ്യാനാ? സന്ദീപേ, ചേച്ചി പ്രസവിച്ചതല്ലെങ്കിലും അവള് ഇവളുടെ കൂടപ്പിറപ്പല്ലേ? ആ കുട്ടിയെ തിരിച്ചു കിട്ടിയില്ലായിരുന്നെങ്കിലും നമ്മൾ ഇതിന് പരിഹാരം കണ്ടേനെ. അതെങ്ങനെ? അത് പിന്നെ നമ്മൾ അടുത്ത കുട്ടിക്ക് വേണ്ടിയുള്ള പ്ലാനിങ് തുടങ്ങില്ലായിരുന്നോ? ഇവിടെ ഒറ്റയ്ക്കാക്കാൻ പറ്റില്ലല്ലോ. അയ്യടാ, മോന്റെ മനസ്സിലിരിപ്പ് കൊള്ളാലോ. പിന്നെ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. അയ്യോ, അതെന്താ പറ്റാത്ത? നമുക്കൊരു കുഞ്ഞൂടെ വേണ്ടേ? വേണം, പക്ഷേ ഉടനെ ഒന്നും നമുക്കതിനെപ്പറ്റി ചിന്തിക്കണ്ട. എടോ, കുഞ്ഞുങ്ങൾ തമ്മിൽ വലിയ പ്രായ വ്യത്യാസമില്ലാതെ ജനിക്കുന്നത് നല്ലത്. ആര് പറഞ്ഞു? കുഞ്ഞുങ്ങൾ പരസ്പരം കൂട്ടുകാരായിട്ട് വളരണം. സഹോദരങ്ങളുടെ കൂട്ട് തന്നെ ആവണം അവർക്ക് ഏറ്റവും ചെറുപ്പത്തിലേക്ക് കിട്ടേണ്ടത്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ ഏറ്റവും നല്ല സുഹൃത്തുക്കളായിരിക്കും. അതുകൊണ്ടാ അടുത്ത കുഞ്ഞിന്റെ കാര്യം ഞാൻ ഇപ്പൊ തന്നെ വേണമെന്ന് പറഞ്ഞു. നമുക്കേ മിനിമം ഒരു 5 കുട്ടികളെങ്കിലും വേണം. 5 കുട്ടികളോ? ആ, അത്രയൊന്നും എന്നെ കൊണ്ട് പറ്റുമൊന്നുമില്ല. എന്തായാലും ഒന്നിനെ പ്രസവിച്ചല്ലോ, ബാക്കി നമുക്ക് സർജറി ചെയ്യാം. ഞാൻ ഒരു കുഞ്ഞിനെ സർജറി ചെയ്തെടുക്കുന്നതിന്റെ വേദന എന്താണെന്ന് നിനക്കറിയോ? അത് അനുഭവിച്ച ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുള്ള അറിവെങ്കിലും നിനക്കുണ്ടോ?
5 വേണം പോലും. അല്ലെങ്കിലേ ചില പെണ്ണുങ്ങൾക്ക് ഇത് ഭയങ്കര ബുദ്ധിമുട്ടാ. എന്നാ ചിലർക്കാണെങ്കിലേ ഒരു ബുദ്ധിമുട്ടും ഇല്ല. വർഷം അവര് പ്രസവിക്കും. മിനിമേ ഒരു കുടുംബത്തിൽ 10 കുട്ടികളെങ്കിലും കാണും. ഇതിപ്പം 10 എണ്ണം വേണമെന്നൊന്നും ഞാൻ പറയുന്നില്ലല്ലോ. ഒരു 5 എണ്ണെങ്കിലും. നിനക്ക് എന്നെ കൊല്ലാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ സന്ദീപേ? അയ്യേ, ഞാൻ അങ്ങനെയൊക്കെ ചെയ്യൂ. താനിങ്ങ് വന്നേ. ഒന്ന് പോയ സന്ദീപേ. അപ്പോഴേക്ക് നീ ഇതൊക്കെ സീരിയസ് ആക്കിയോ? ഞാൻ ചുമ്മാ നിന്റെ ദേഷ്യം കാണാൻ വേണ്ടി ഓരോന്ന് വെറുതെ ഇങ്ങനെ പറയുന്നില്ലടോ. നീ വിട്ടേ. ദേ നോക്ക്, ദേഷ്യം വരുമ്പോ എന്റെ പെണ്ണിന്റെ മുഖം കാണാൻ എന്ത് ചന്ത. താവാ, ഞാൻ നിന്നെ കുറുമ്പ് പിടിപ്പിക്കാൻ ഓരോന്ന് പറയുന്നില്ലടോ കേട്ടോ. പക്ഷേ ഞാൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. ഒരു 5 പിള്ളേരെങ്കിലും നിന്നെ ഇത് ഞാൻ ശരിയാക്കും ഞാൻ. നാശം, അത് പിന്നെയും തിരിച്ചു വന്നു. എത്രയൊക്കെ ദൂരേക്ക് എറിഞ്ഞു കളയാൻ നോക്കിയിട്ടും പിന്നെയും അതിന്റെ മുന്നിൽ തന്നെ വന്ന് പല്ലടിച്ചോണ്ട് നിൽക്കുക. ഇനി ഞാൻ എന്ത് ചെയ്യണം? എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും ഇതിനെ ഇല്ലാതാക്കിയേ പറ്റൂ. നീ എന്താ ജയിച്ചെന്റെ അഹങ്കാരം കാണിക്കാൻ വന്നാണോ? നിങ്ങൾ എന്റെ കുഞ്ഞിനെ തീ വെച്ച് കൊല്ലാൻ നോക്കൂല്ലേ? ഒന്നോളെ ഞാൻ. പിന്നെ നീ എന്നെ അങ്ങ് പുഴുങ്ങി തിന്നുകളെ. കുഞ്ഞിനെ തിരിച്ചു കിട്ടിയെന്ന് കരുതി നീ കൂടുതൽ അഹങ്കരിക്കരുത്. അച്ഛൻ നിങ്ങളോട് ആരതി കത്തിക്കാൻ പറഞ്ഞപ്പോഴേ ഞാൻ ഊഹിച്ചു എന്തെങ്കിലും ഉടായിപ്പ് കാണിക്കൂന്ന്. അതുപോലെ തന്നെ അങ്ങ് സംഭവിച്ചല്ലോ. ആരതിയുടെ താലം എന്റെ കുഞ്ഞിന്റെ ദേഹത്തേക്കിട്ട് മനഃപൂർവ്വം പൊള്ളിക്കാൻ നോക്കിയതല്ലേ നിങ്ങള്? അതെ, ഞാൻ അതിന് തന്നെയാ നോക്കിയത്. നിനക്കത് മനസ്സിലായല്ലേ? നീ എന്ത് ചെയ്യും? ആ നാശം പിടിച്ചതിനെ നീ ഇവിടേക്ക് കൊണ്ടുവന്നത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെയാ ഞാൻ അങ്ങനെ ചെയ്തതും. അതിന്റെ പേരിൽ നിനക്ക് എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടണോ? അതോ കോടതി കയറ്റണോ? നിനക്ക് എന്ത് വേണേലും ചെയ്യാം. പക്ഷേ അതിനോടുള്ള ഇനി അങ്ങോട്ടുള്ള എന്റെ പെരുമാറ്റം ഇങ്ങനെ തന്നെ ആയിരിക്കും. ഇന്നലെ വരെ അത് ശിവരാമേട്ടന്റെ മാത്രം കുഞ്ഞായിരുന്നു. എന്നാ ഇന്ന് അങ്ങനെയല്ല. ഞാനും എന്റെ സച്ചേട്ടനും നിയമപരമായിട്ട് ദത്തെടുത്ത കുഞ്ഞാവള്. നീ എത്ര ദത്തെടുത്തു എന്ന് പറഞ്ഞാലും സ്വന്തമായി വളർത്താൻ ശ്രമിച്ചാലും ആ നാശം പിടിച്ചത് ഒരിക്കലും ഡ്രൈവർ ശിവരാമന്റെ കുഞ്ഞല്ലാതായി മാറില്ല. അത് ഞങ്ങള് നോക്കിക്കോളാം. പക്ഷെ അതിനിടയില് എന്റെ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്യാൻ നോക്കിയോണ്ടല്ലോ. നീ എന്നെ അങ്ങ് ഞൊട്ടു. അർച്ചനെ, നീ അതിനെ എത്ര ചേർത്ത് പിടിക്കാൻ നോക്കിയാലും ഒരു ദിവസം നിന്റെ കയ്യിൽ നിന്ന് ആ കുഞ്ഞങ്ങ് കൈവിട്ടു പോവും. ഞാൻ എന്റെ കുഞ്ഞിനെ നിയമപരമായിട്ട് ദത്തെടുത്തതാ. ഇനി ഒരു ശക്തിക്കും എന്റെ മോളെ എന്നിൽ നിന്ന് അകറ്റാനാവില്ല. പോലീസും കോടതിയും ഒന്നും അവളെ എന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കൂല. കഥയറിയാതെ ആട്ടം കാണുക മോളെ നീ. നിയമപരമായി ആ കുഞ്ഞിനെ നീ ദത്തെടുത്തതൊക്കെ ഒരു പാഴ്ക്കിനാവായി മാറുന്ന ദിവസം വരും. നിന്റെ കണ്ണിന് മുൻപിലൂടെ ആ കുഞ്ഞിനെ നിനക്ക് നഷ്ടപ്പെടും. ഇത് പറയുന്നതേ അവന്തികയാ. അത് നിങ്ങളുടെ മനസ്സിന്റെ തോന്നല് മാത്രം. എന്റെ കുഞ്ഞിനെ കാണുമ്പോഴുള്ള നിങ്ങളുടെ വൃത്തികെട്ട ചിന്തയുണ്ടല്ലോ, അതൊരു മാറാ രോഗമാ. നിങ്ങളുടെ മനസ്സിനെ കാർന്ന് തിന്നുന്ന ക്യാൻസർ. അതിന് മരുന്നില്ല. എനിക്കുള്ള അസുഖത്തിനുള്ള മരുന്ന് ഞാൻ കണ്ടുപിടിച്ചോളാം. എന്നെ ചികിത്സിക്കാൻ നീ ആരാ? ഡോക്ടറോ? നിങ്ങൾക്ക് വേണ്ട നല്ല ഒന്നാന്തരം ചികിത്സ എന്റെ കയ്യിലുണ്ട്. ദാ ഈ കൈ നിവർത്തി ഒരെണ്ണം തന്നോണ്ടല്ലോ നിങ്ങൾ വട്ടം കറങ്ങി പോവും. പിന്നെ എന്താ നീ എന്നെ തല്ലാത്തത്? ധൈര്യം ഉണ്ടെങ്കിൽ തല്ല്. നിന്റെ ഉശിര് ഞാനൊന്ന് കാണട്ടെ. എന്റെ കയ്യിൽ നിന്ന് പലതവണ കൈനീട്ടി വാങ്ങിച്ചിട്ടും നിങ്ങൾ ഇതുവരെ പഠിച്ചില്ല. അതെങ്ങനെയാ?
ചിലര് കണ്ടാ പഠിക്കും, മറ്റു ചിലര് കൊണ്ടാലേ പഠിക്കും. നിങ്ങൾ കണ്ടാലും കൊണ്ടാലും പഠിക്കില്ല. നീ എന്റെ ടീച്ചർ